ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് ട്യൂസ്ഡേയുടെ എനർജി എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് പായൽ സെലക്ഷൻ നടത്താം. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ജാനുവരി 14th എനർജി, ട്യൂസ്ഡേയുടെ എനർജി. പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. ഫൈവ് ഓഫ് സോഡ്സിൻ്റെ എനർജി. കുറച്ച് പേര് ഇന്നത്തെ ദിവസം പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ പാസ്റ്റിൽ താൻ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളെയും ഫേസ് ചെയ്തത്, തൻ്റെ ഗെയിമിനെ കുറിച്ചിട്ട് കുറച്ചൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയാണ് ഓവറോൾ ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർ എന്തെങ്കിലും മാനിപ്പുലേറ്റീവ് എനർജി, എന്തെങ്കിലും ഗെയിംസ് നിങ്ങളോട് കളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നെഗറ്റീവായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഡ്രാമ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മിസ്റ്റേക്സിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്, അതിൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകില്ല. അതിന് പകരം നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി വിസ്ഡം ഉണ്ടാകാം, ഒത്തിരി അറിവുണ്ടാകാം. ഇതെങ്ങനെ ടാക്കിൾ ചെയ്യണം, എങ്ങനെ തരണം ചെയ്യണം, എങ്ങനെ തൻ്റെ വൈബ്രേഷൻ കുറയ്ക്കാതെ നോക്കണം, അതിൽ കുറച്ച് പേര് ഫോക്കസ് ചെയ്യുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒത്തിരി ഇൻ്റലിജൻസിൻ്റെ എനർജി അല്ലെങ്കിൽ ഒത്തിരി സ്പിരിച്വൽ സപ്പോർട്ട് നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്സിൽ ഒത്തിരി പോസിറ്റിവിറ്റി ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ സ്ട്രോങ് ആയിരിക്കാം. കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പോസിറ്റീവ് എനർജി ആയിരിക്കാം. ഒത്തിരി ഹാപ്പിനെസ്സിൻ്റെ എനർജി, ഒത്തിരി ക്ലിയറിങ്ങിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തോൽവികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ട് കുറച്ച് പേരോട് നിങ്ങളുടെ മണി, ഫിനാൻസ്, നിങ്ങളുടെ പ്രോസ്പെറിറ്റി, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ആത്മാഭിമാനമായിരിക്കാം, സെൽഫ് റെസ്പെക്റ്റ് ആയിരിക്കാം. അപ്പോൾ അത് കളഞ്ഞിട്ട് നിങ്ങൾ ഒന്നിനോടും എസ് പറയാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ആ ഒരു യുണീക്കായിട്ടുള്ള രീതിയിലിരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സെക്യൂരിറ്റി, മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കുക. കുറച്ച് പേർക്ക് മുതിർന്നവർക്കായിരിക്കാം, നിങ്ങളുടെ ഫാമിലിയിലെ കുറച്ച് പ്രായമായിട്ടുള്ള വ്യക്തികൾക്ക് കുറച്ചൊരു സ്നേഹം, അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി. എഗെയിൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും കുറച്ചൊരു സ്നേഹം, കമ്പാഷൻ്റെ എനർജിയിലിരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൗഡ് വൺസിന് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കുക, എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ഒരു നല്ലൊരു ജെസ്റ്റർ ആയിരിക്കാം, ഗിഫ്റ്റ് ആയിരിക്കാം, റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവ് ആയിട്ട് നിർത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കഴിവുകളായിരിക്കാം, നിങ്ങളുടെ ടാലൻസ് ആയിരിക്കാം, നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകളായിരിക്കാം. അത് കുറച്ചും കൂടെ പുറത്തെടുക്കാനായിട്ട് അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ടും ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ലൈഫ് കുറച്ചും കൂടെ ആസ്വദിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി ധൃതി കൂട്ടാതിരിക്കുക എല്ലാ കാര്യത്തിലും. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഹെർമിറ്റിൻ്റെ എനർജി, ഒത്തിരി സെൽഫ് ഡിസ്കവറിയുടെ. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡ്രാമ എങ്ങനെ അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെയാണ് പെരുമാറിയത്, തന്നെക്കുറിച്ചിട്ട്, തൻ്റെ എനർജിയെക്കുറിച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്, പഠിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് കിങ് ഓഫ് വാൺസിൽ വന്നിട്ട് ഒത്തിരി ഇൻസ്പിറേഷൻ വരുന്നതായിട്ട് നിങ്ങളുടെ ഉള്ളിൽ, അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒത്തിരി ഇൻസ്പിറേഷൻ കൊടുക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ടാലൻസിന്, നിങ്ങളുടെ ഗിഫ്റ്റ്സിന് ഒരു അപ്രീസിയേഷൻ ആയിരിക്കാം. കുറച്ച് പേർക്ക് കൊലാബറേഷൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ അബണ്ടൻ്റ് എനർജി, ഒത്തിരി പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സക്സസിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ എനർജി ആയിരിക്കാം. ലവ്, റൊമാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പോസിറ്റീവ് എനർജിയും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം
ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ട്യൂസ്ഡേയുടെ എനർജി വന്നിട്ട്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ട്യൂസ്ഡേയുടെ എനർജി എന്താണ്. ജാനുവരി 14th എനർജി പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക്. താങ്ക് യു. ഓക്കെ, ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താനായിട്ടുള്ള ഒരു എനർജി ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ എന്തെങ്കിലും എനർജിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ എനർജി ആയിരിക്കാം, ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്, എന്തെങ്കിലുമൊക്കെ നിക്ഷേപങ്ങളായിരിക്കാം. പാസ്റ്റിലെ നിങ്ങളുടെ എഫേർട്ടിന്, നിങ്ങൾ പാസ്റ്റിൽ കൊടുത്ത എനർജിക്ക് ഒരു റിട്ടേൺ ലഭിക്കുന്നതായിട്ട്, ഒരു പോസിറ്റീവ് റിസൾട്ട് ലഭിക്കുന്നതായിട്ട് ഓവറോൾ ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്കൊരു ഹാർഡ് വർക്കിംഗ് എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട്, ബ്ലെസ്സിങ്സ് കൊണ്ടുവരാനായിട്ട് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു എനർജിയും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സമാധാനത്തോടു കൂടി കാര്യങ്ങളെ നിരീക്ഷിക്കാനായിട്ട്, പഠിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേര് ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ചും കൂടെ കെയർ, അറ്റൻഷൻ കൊടുക്കുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കായിരിക്കാം. ഒത്തിരി സ്പിരിച്വൽ എനർജിയും കുറച്ച് പേരുടെ ലൈഫിൽ ഓവറോൾ ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് ഇതുവരെ ചെയ്ത പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് മനസ്സിലാക്കുന്ന ഒരു എനർജിയും ആയിരിക്കാം. ചാരിറ്റിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി സക്സസിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു എനർജി കുറച്ച് പേർക്ക് ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, വാഹനമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഫ്ലൈറ്റ് ട്രാവലായിരിക്കാം. ഓക്കെ, ഇൻ്റർനാഷണൽ ട്രാവലായിരിക്കാം. കുറച്ച് പേര് അത് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പേപ്പർ വർക്ക്, എന്തെങ്കിലുമൊക്കെ എനർജീസ് വരുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് എഡ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി പഠിക്കണം, അങ്ങനത്തെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അത് ഇവിടെ പോസിബിൾ ആകുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിൽ പവർ, നിങ്ങളുടെ ആ ഒരു ആത്മധൈര്യം, അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റിവിറ്റി കൊണ്ടുതരുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചൊന്ന് കെയർഫുൾ ആകേണ്ടത് ഈ ഒരു ലാക്ക് എനർജിയാണ്, കുറവിൻ്റെ എനർജിയാണ്. അല്ലെങ്കിൽ വിഷമമായിരിക്കാം, എന്തെങ്കിലും സങ്കടങ്ങളായിരിക്കാം, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരുമില്ല. അപ്പോൾ അത് കുറച്ചൊന്ന് കെയർഫുൾ ആകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നടന്നേക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഈശ്വരൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത സംഭവങ്ങൾ, ഹെൽപ്പ് ചെയ്ത സംഭവങ്ങൾ, അത് കുറച്ചൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരു ലൈഫ് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ എനർജിയും നിങ്ങളെ ഒത്തിരി ഹീൽ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കൊച്ചു കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ കുട്ടിക്കാലമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നല്ല നല്ല മെമ്മറീസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അത് ചെയ്യുമ്പോഴും ഒത്തിരി ഹാപ്പി എനർജി നിങ്ങളുടെ ഉള്ളിൽ ഇന്നത്തെ ദിവസം വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലാക്ക്, കുറവുകൾ, നഷ്ടങ്ങൾ, ആ ഒരു എനർജി കുറച്ചൊന്ന് നിങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ ബാക്കിൽ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി കാണുന്നുണ്ട്. എഗെയിൻ ഇവിടെ ഒത്തിരി വിൽ പവറാണ് കാണുന്നത്, ഒത്തിരി കോൺഫിഡൻസിൻ്റെ എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും കോംപ്ലിമെൻറ്റ് ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് പ്രാക്ടിക്കലായിട്ട്, പ്രായോഗികമായിട്ട് ചിന്തിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് ഒരു തൻ്റെ കേപ്പബിലിറ്റി, തൻ്റെ പൊട്ടൻഷ്യലിൽ കുറച്ചും കൂടെ വിശ്വസിക്കുന്ന ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ ബാലൻസ് ആണ് കാണുന്നത്. കുറച്ച് പേർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ കോംപ്രമൈസ് ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. എന്തെങ്കിലും സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിലും എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ, മോഡറേഷൻ്റെ രീതിയിൽ ആവശ്യമുള്ള എനർജി കൊടുത്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അത് ഒത്തിരി എന്താ പറയുക, ഒരു റെസ്റ്റ്ഫുൾ എനർജി, ഒരു പീസ്ഫുൾ എനർജിയിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക്
ഇവിടെ ജസ്റ്റിസിൻ്റെ എനർജി, കർമ്മ, പോസിറ്റീവ് കർമ്മ. എഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ് കർമ്മ റിട്ടേൺ ആയിട്ട് വരുന്നുണ്ടാകാം. നല്ല റിസൾട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട്, കുറച്ചുകൂടെ പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. അപ്പോൾ ഓവറോൾ പോസിറ്റീവ് എനർജിയാണ്. ഒൺലി തിങ് ഈ ഒരു ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ട്യൂസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.